ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു കറിയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മുടെ പനീർ മസാലക്കറിയാണ്, പനീർ ബട്ടർ മസാല അല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചപ്പാത്തിക്കും അപ്പത്തിനും റൊട്ടിക്കും നാനിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ കറിയാണ്. നമ്മുടെ നാടൻ കറിയല്ല, ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഉള്ള ഒരു കറിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മസാലയൊക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. കുറച്ച് മല്ലിയില ആവശ്യമുണ്ട്. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ല, അതുകൊണ്ട് മല്ലിയില ചേർക്കുന്നില്ല. ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി റെഡിയാക്കുന്നത്. അപ്പോൾ ഈ കറി വറുത്തരച്ച കറിയാണോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നാം. വറുത്തരച്ച കറിയല്ല ഇത്. നമ്മൾ മസാലകളൊക്കെ ചേർത്ത് വരുമ്പോൾ ഈ കളറിലാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ഉണ്ടാക്കിക്കോളൂ, നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ പനീർ ഇല്ലാന്നുണ്ടെങ്കിൽ പനീർ വാങ്ങിക്കുമ്പോൾ ഉണ്ടാക്കിക്കോളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു പനീർ മസാലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് നമ്മുടെ പനീർ മസാലക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഇത് മിൽക്കി മിസ്റ്റിൻ്റെ പനീർ അല്ല കേട്ടോ. മിൽക്കി മിസ്റ്റിൻ്റെ പനീർ ആണെങ്കിൽ കുറച്ചുകൂടി നല്ല വൈറ്റ് കളറായിരിക്കും, അതുപോലെ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. നമ്മൾ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് സോഫ്റ്റ് ആയിരിക്കും, പക്ഷേ മിൽക്കി മിസ്റ്റിൻ്റെ അത്രയും സോഫ്റ്റ് ആയിരിക്കില്ല. പിന്നെ ഈ 200 ഗ്രാം പനീറിലേക്കായിട്ട് നമ്മൾ 2 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, 2 വലിയ സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കറിവേപ്പിലയും പച്ചമുളകുമാണ്. പിന്നെ നമുക്കിതിലേക്ക് ഒരു മസാല റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലകൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ 2 പീസ് പട്ട എടുത്തിട്ടുണ്ട്, 3 ഏലക്ക, ഇതുപോലെ 3 പീസ് നമ്മുടെ തക്കോലം എടുത്തിട്ടുണ്ട്. തക്കോലം എന്ന് പറയുമ്പോൾ ഇതാണ് തക്കോലം, സ്റ്റാർ അനീസ്. പിന്നെ 4-5 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ തക്കോലം കാണിക്കാൻ വേണ്ടി മാത്രം എടുത്ത് വെച്ചതാണ് കേട്ടോ. 3 പീസ് മതി തക്കോലം നമുക്ക്. ഞാനിപ്പോൾ ഇതിൽ നിന്ന് 3 പീസ് അടർത്തി എടുത്തതാണ്, ഇതുപോലെ ഒരെണ്ണത്തിൽ നിന്ന്. അപ്പോൾ തക്കോലം എന്താണെന്ന് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതെല്ലാം ചേർത്ത് നമുക്ക് ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് വേറെയും മസാലകൾ ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് ചൂടായി വരട്ടെ. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ മല്ലിയാണ്, മുഴുവൻ മല്ലി. ഇത് മുഴുവൻ മല്ലി തന്നെ ചേർക്കണം കേട്ടോ, എങ്കിലേ പെർഫെക്റ്റ് ആവുള്ളൂ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകം, ക്യൂമിൻ സീഡ്സ്, 1/2 ടീസ്പൂൺ മതി, അതിലും കൂടണ്ട. ഞാൻ പാൻ ചൂടാക്കി തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. പാൻ ചൂടായി വരുന്നതിന് മുന്നേ തന്നെയാണ് ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ വേഗം തന്നെ ഇതെല്ലാം കരിഞ്ഞു പോവും. പിന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ പെരുംജീരകം, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. കുരുമുളകും ഒരുപാടായി പോകണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് മുളകൊക്കെ ചേർക്കുന്നതാണ്, അതുകൊണ്ടാണ് കുരുമുളക് കുറച്ച് ചേർക്കുന്നത്. നമ്മുടെ എരിവനുസരിച്ച് നമുക്ക് 1-2 വറ്റൽമുളക് ചേർക്കാം. ഞാനിപ്പോൾ 2 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടിയൊക്കെ നമ്മൾ ചേർക്കുന്നതാണ് ഇതിലേക്ക്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. ഇതെല്ലാം ഒരുമിച്ച് തന്നെ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ സമയം പല കുക്കിംഗ് ടൈം ആണെങ്കിലും എല്ലാം ചൂടായി വന്നാൽ മതി. നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാത്തതുകൊണ്ട് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. ഈ മുളകിൻ്റെ കളറ് മാറുന്നതാണ് നമ്മുടെ കുക്കിംഗ് കറക്റ്റായി എന്നുള്ളതിൻ്റെ അളവ്. ജീരകമൊക്കെ ഇപ്പോൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ജീരകം കരിഞ്ഞൊന്നും പോവില്ല. മുളകൊന്ന് കളറ് ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഈ മസാലകൾ നമ്മൾ നേരത്തെ തന്നെ പൊടിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും പെർഫെക്റ്റ് ആവില്ല കേട്ടോ. അപ്പോൾ പൊടിച്ചെടുക്കുകയാണ് ഈ മസാലക്കറിക്ക് നല്ലത്. അപ്പോൾ നമ്മുടെ മുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് ഒരു പാനിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മളൊരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ പനീർ പീസ് ഇട്ടിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് പനീർ ഒന്ന് പൊടിഞ്ഞു പോവാതിരിക്കാനാണ് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ പനീർ നമ്മൾ കറിയിലേക്ക് ഇട്ടിട്ട് ഇളക്കുമ്പോൾ പൊടിഞ്ഞു പോകും. എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് കളർ ചേഞ്ച് ആയി വരുന്നത് വരെ ഒന്നിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മൾ സാധാരണ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുമ്പോൾ ചില ആളുകൾ പനീർ ഫ്രൈ ചെയ്തിട്ട് ചേർക്കാറുണ്ട്, ചില ആളുകൾ ഡയറക്റ്റ് പനീർ ചേർക്കാറുണ്ട്. അപ്പോൾ ഞാൻ 2 രീതിയിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പനീർ ഫ്രൈ ചെയ്തിട്ടും ചേർക്കാറുണ്ട്, പനീർ ഫ്രൈ ചെയ്യാതെയും ചേർക്കാറുണ്ട്. എളുപ്പത്തിലൊക്കെ ഉണ്ടാക്കുമ്പോൾ പനീർ ഫ്രൈ ചെയ്യാതെ ചേർക്കും. കുറച്ച് സമയമൊക്കെ എടുത്തുണ്ടാക്കുകയാണെങ്കിൽ പനീർ ഫ്രൈ ചെയ്തിട്ട് ചേർക്കാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിനാണ് കുറച്ചുകൂടി ടേസ്റ്റ്.
ഇതൊന്ന് ഒരു സൈഡ് ആവുമ്പോൾ അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരണം എല്ലാ സൈഡും. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ ഇട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചിടുമ്പോൾ ആയിക്കോളും. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ പനീർ ബട്ടർ മസാലയുടെ റെസിപ്പിയൊക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. പനീറിൻ്റെ കൂടുതൽ റെസിപ്പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് പനീറിൻ്റെ കൂടുതൽ റെസിപ്പീസ് ചെയ്യാം. ഇപ്പോൾ വെജിറ്റേറിയൻസിനാണെങ്കിൽ ഫിഷൊന്നും കഴിക്കാതെ പനീർ കഴിക്കുന്ന ആളുകളുണ്ടല്ലോ. അപ്പോൾ പനീർ ഫ്രൈയോ പനീർ പെപ്പർ ഫ്രൈയോ അങ്ങനെയുള്ള റെസിപ്പികളൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ആ റെസിപ്പികളൊക്കെ ഇടയ്ക്കിടയ്ക്കായിട്ട് ചെയ്യാം. നമ്മുടെ പനീറെല്ലാം നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒന്ന് ഒരു സൈഡും കൂടെ ഒന്ന് തിരിച്ചിടാനുണ്ട്. ചില സൈഡ്സ് ഒന്ന് മൊരിഞ്ഞ് വരാനുണ്ടല്ലോ. കുറച്ച് വലിയ പീസായിട്ടാണ് പനീർ ഉള്ളത്. അതുകൊണ്ട് ആ സൈഡും കൂടെ ഒക്കെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഞാനിപ്പോൾ പനീർ ബൗളിലേക്ക് മാറ്റുകയാണ്. കുക്കായ പീസുകളൊക്കെ ഒന്ന് എടുത്ത് മാറ്റുകയാണ്. ഇനി ഈ എണ്ണയിലേക്ക് നമ്മൾ നമ്മുടെ വെളുത്തുള്ളി മുറിച്ച് വെച്ചിരിക്കുന്നതുണ്ടല്ലോ, അതാണ് ചേർക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സവോള കട്ട് ചെയ്ത് വെച്ചത് നമുക്ക് ചേർക്കാം. ഇനി സവോളയൊന്ന് കളർ മാറി വരട്ടെ, അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് നമുക്ക് നമ്മുടെ തക്കാളി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയും ഒന്ന് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് ഞാനിപ്പോൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ സവോളയൊന്ന് കളർ മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കുന്നേ ഉള്ളൂ. സവോളയുടെ കളർ നന്നായിട്ടൊന്ന് മാറി വരണം. അപ്പോൾ നമ്മുടെ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ മഞ്ഞൾപ്പൊടിയുടെ റോ സ്മെല്ല് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ്. സവോളയുടെ ചൂടിൽ കിടന്നിട്ട് 1 മിനിറ്റ് കൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി വേഗം കുക്കായി വന്നോളും. ഇതിലേക്ക് നമുക്ക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ കറിയിൽ മല്ലിയില ചേർക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില ചേർത്താലും മതി കേട്ടോ. എൻ്റെ കയ്യിലിപ്പോൾ മല്ലിയില ഇല്ല, അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ചേർത്തത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർത്ത് വീണ്ടും 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടികളുടെ റോ സ്മെല്ലൊന്ന് മാറി വരാനാണ് ഓരോ പൊടികളും ചേർത്തിട്ട് ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത്. കുറച്ച് വെള്ളം തിളപ്പിച്ച് വെക്കാം കേട്ടോ. നമുക്കിതിലേക്ക് തിളച്ച വെള്ളമാണ് ചേർക്കേണ്ടത് ഗ്രേവിക്കായിട്ട്. പച്ചവെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവില്ല. ഇതിലേക്ക് നമ്മൾ ഇനി ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. നമ്മൾ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ടെങ്കിലും ഇഞ്ചി ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നത്. ഇഞ്ചി കടിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ ഈ കറിയിൽ, അതുകൊണ്ടാണ് ഇഞ്ചിക്ക് പകരം ജിഞ്ചർ പേസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജിഞ്ചർ പേസ്റ്റ് തന്നെ ചേർത്തോളൂ, ഇല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തോളൂ. 1 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന 2 തക്കാളി ചേർക്കാം. പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 തക്കാളി വരെ ചേർക്കാം. പക്ഷേ ഞാനിപ്പോൾ 2 തക്കാളി ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് ഒരു 2 പിഞ്ച് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. നമ്മുടെ തക്കാളിയുടെ പുളി ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഈ പഞ്ചസാര ചേർക്കുന്നത്. തക്കാളി ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. തക്കാളിയൊക്കെ ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാം. നമ്മൾ പൊടികൾ ചേർക്കുമ്പോൾ മാത്രം ഫ്ലെയിം കുറച്ചിട്ട് കുക്ക് ചെയ്യുക. ബാക്കിയുള്ളതെല്ലാം ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയും കുക്കായി വരുന്നുണ്ട്. ഒരു 2 മിനിറ്റ് തക്കാളി ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുക്കായി വരും തക്കാളി. പിന്നെ സവോള 2 എണ്ണം വലുത് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് 2 വലിയ സവോള ചേർക്കുന്നത്. അധികം ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ 1.5 സവോള ചേർത്താലും മതി. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. നമ്മുടെ ഗ്രേവിക്കും എല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ചേർക്കാം.
നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർക്കുക. കുറച്ച് സമയം നമ്മുടെ പനീർ ഈ വെള്ളത്തിൽ കിടന്ന് കുക്ക് ആവാനുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതലായിട്ട് ചേർക്കുക. ഇനി ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളച്ചു വരട്ടെ. പഞ്ചസാര ചേർക്കാൻ മറക്കരുത്. പുളിയും എരിവും എല്ലാം ബാലൻസ് ചെയ്യാനാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. ഇനി നമ്മുടെ മസാലപ്പൊടി നമുക്ക് ചേർക്കാനുള്ളതാണ്, അതുകൊണ്ട് തന്നെ എരിവ് ഇത്തിരിയും കൂടി കൂടുതലായിട്ട് വരും. പച്ചമുളകിന്റെ എരിവും മുളക് പൊടിയുടെ എരിവും കൂടാതെ നമ്മൾ കുരുമുളകൊക്കെ ചേർത്താണല്ലോ നമ്മുടെ മസാല റെഡിയാക്കിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് തിളച്ച് നന്നായിട്ടൊന്ന് തിള വരട്ടെ. ഒരു 2 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലേക്ക് ഇടന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ ഗ്രേവി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റ് ആയി. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കാം. പനീർ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പനീറിലേക്ക് മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരാനാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ കിടന്ന് തിളയ്ക്കട്ടെ. നമുക്കൊന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇനി ഇളക്കിക്കൊണ്ടിരിക്കരുത്, നമുക്ക് ഇടയ്ക്കിളക്കാം. എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കരുത്. എപ്പോഴും ഇളക്കിയിട്ടുണ്ടെങ്കിൽ പനീർ പൊടിഞ്ഞു പോകും. പൊടിയാതിരിക്കാനാണ് നമ്മൾ ഫ്രൈ ചെയ്തതെങ്കിലും പനീർ കുക്കായി വരുമ്പോൾ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകും. ഇതിനി ഇങ്ങനെ ഇരിക്കട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കറി തിളച്ചു തുടങ്ങിയിട്ട് ഒരു 5 മിനിറ്റ് ആയി. ഇതിലേക്ക് നമുക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, ഫൈൻ പൗഡറായിട്ടല്ല ഞാൻ പൊടിച്ചിട്ടുള്ളത്, ചെറിയ തരിതരിപ്പോടെയാണ് ഈ മസാല ആഡ് ചെയ്യാം. നല്ലൊരു മണം വരും കേട്ടോ മസാല ചേർത്ത് കഴിയുമ്പോൾ. മസാല ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഉപ്പും എരിവും എല്ലാം ചെക്ക് ചെയ്യണം. ഈ മസാലയിൽ കിടന്ന് നമ്മുടെ പനീറൊക്കെ ഒന്ന് തിളച്ചു വരുമ്പോൾ ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഈ കറിയുടെ ഉപ്പും എരിവും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം. എരിവ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയുടെ ഫ്ലേവർ നന്നായിട്ടുണ്ട്. ഇനി നമ്മൾ മസാല ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് ഒരു 3 മിനിറ്റും കൂടി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ തന്നെ നമ്മുടെ കറി കാണുമ്പോൾ തന്നെ കണ്ടില്ലേ കളർ വ്യത്യാസം വന്നു കഴിഞ്ഞു. ആ മസാല ചേർക്കുമ്പോഴാണ് ഈ ഒരു കളർ വരിക. ഇതുപോലെ നമ്മൾ വറുത്ത് പൊടിച്ചിട്ട് മസാല ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കളർ വരില്ല. അപ്പോൾ നമുക്കിനി ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്, എരിവും ആവശ്യത്തിനുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഉപ്പ് എരിവൊന്നും ചേർക്കുന്നില്ല. പുളി ഒരിത്തിരി കൂടുതലാണ്, അതുകൊണ്ട് ഞാനൊരു 2 പിഞ്ചും കൂടി പഞ്ചസാര ചേർക്കുന്നുണ്ട്. 2 പിഞ്ച് മതി. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത്രയും മതി. എന്താണെന്ന് വെച്ചാൽ ഈ കറി ഇനിയും കുറുകി വരും. ഇരുന്ന് കഴിയുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് കറി കുറുകി വരും. അതുകൊണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് 1-2 ടേബിൾ സ്പൂൺ മല്ലിയില ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. മല്ലിയില ഇട്ട് ഗാർണിഷ് ചെയ്യാം. എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയില ചേർക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം നമ്മുടെ കറി. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പനീർ മസാല കറി റെഡി ആയി കഴിഞ്ഞു. പനീറൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രേവിയിലേക്ക് ഇടുന്ന് തിളച്ചിട്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം. ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെയോ പൂരിയുടെയോ നാൻ്റെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചോറിൻ്റെ കൂടെ കഴിച്ചാൽ പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കറി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വളരെ ഈസി അല്ലേ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട്, അധികം സമയം എടുക്കില്ല. അതുപോലെ തന്നെ നമുക്ക് ചപ്പാത്തിക്കും പൂരിക്കും റൊട്ടിക്കും എല്ലാം കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. എപ്പോഴും നമ്മൾ പനീർ ബട്ടർ മസാലയാണ് കഴിക്കുക. ഇതിപ്പോൾ പനീർ ബട്ടർ മസാല അല്ലാതെ ബട്ടർ വേണ്ട, ക്രീം വേണ്ട, ബാക്കിയുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ എളുപ്പത്തിൽ ഈ ഒരു കറി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇഷ്ടമായ റെസിപ്പികൾ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നമ്മുടെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഒപ്പം തന്നെ അതിന്റെ റൈറ്റ് സൈഡിൽ തെളിഞ്ഞു വരുന്ന ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഈസി റെസിപ്പികളുമായിട്ട് വീണ്ടും കാണാം.